പടം കുഴപ്പമില്ല. അതായത് ലിമിറ്റഡ് ക്യാരക്ടേഴ്സിനെ വെച്ചുള്ളൊരു പടമാണ്. അതായത് 5-6 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അതായത് ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ 5-6 ക്യാരക്ടേഴ്സാണ് സ്ക്രീനിൽ കൂടുതലും ഉള്ളത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം, ദീപ്തി സതി, പിന്നെ ചാന്ദിനി എന്നാന്ന് തോന്നുന്നു അവരുടെ പേര്, പുള്ളിക്കാരി, അജു വർഗീസ്, അങ്ങനെ ഒരു 5-6 ക്യാരക്ടേഴ്സ് ഉള്ളൊരു പടമാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന എന്താ പറയുക തമാശകളും കാര്യങ്ങളൊക്കെയാണ്. ആരായിരുന്നു? ഷൈൻ ടോം ചാക്കോയായിരുന്നോ വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നോ മികച്ചു നിന്നത് ആ ഒരു കോമഡി രംഗത്തിൽ? മൂന്നുപേരും കുഴപ്പമില്ല, രണ്ടുപേരും നല്ല ഇത്. കുറച്ചും കൂടെ സ്കോർ ചെയ്തേക്കുന്നത് ഷൈൻ ടോം ആണ്. കാരണം ഷൈൻ ടോം ചാക്കോ ഇനി കോമഡി കഥ ആ ഒരു ഇതിലോട്ട് തിരിയുവാണോ, ഇനി ട്രാക്കിലോട്ട്, കോമഡി ട്രാക്കിലോട്ട്? ഒരു എന്താ പറയാ സീരിയസ് ഒക്കെ വിട്ട് കോമഡിയിലേക്ക് പക്ഷെ അത് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടോ? ഒരു നമുക്ക് കണ്ടിട്ട് എനിക്ക് കണ്ടപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. കാരണം ഇപ്പോൾ ഒരുപാട് നടന്മാർ ട്രാക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ സുരാജ് ഏട്ടനൊക്കെ ട്രാക്ക് മാറി, പക്ഷെ പുള്ളി ഇപ്പോഴും വീണ്ടും തിരിച്ചു വന്നു. നമ്മുടെ 2-3 കോമഡി ചെയ്തല്ലോ. അപ്പോൾ ഷൈൻ ടോം എനിക്ക് തോന്നുന്നു പുള്ളി മൊത്തത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക സീരിയസ് ട്രാക്ക് മാറി കോമഡിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓവറോൾ പടം കണ്ടിരിക്കാം. ഇല്ല 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 ഒരു ആവറേജ് മൂവി, നമുക്കൊന്ന് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാവുന്നൊരു. കൂടുതൽ എങ്ങനെയാണ് സിറ്റുവേഷൻ കോമഡി ആണോ ഇതിൽ വരുന്നത്? സിറ്റുവേഷൻ കോമഡീസ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വരുന്ന കൗണ്ടേഴ്സും കാര്യങ്ങളും. ഓവറോൾ കുഴപ്പമില്ല. 2 മണിക്കൂർ ഡ്യൂറേഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. ഇവരുടെ ഒരു കോംബോ എന്തെങ്കിലും ഈ പടത്തിലുണ്ടോ? ഷൈനും വിഷ്ണു ഉണ്ണികൃഷ്ണനായിട്ട് ഒരുമിച്ച് എന്തെങ്കിലും വരുന്നത്? ഉണ്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ല ഈ ക്യാരക്ടേഴ്സ്, അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം, നമ്മുടെ ദീപ്തി സതി, അജു വർഗീസ്, അങ്ങനെ ഒരു 4-5 ക്യാരക്ടേഴ്സാണ് എല്ലാ ടൈമും ഉള്ളത് സ്ക്രീനിൽ. അവരെ കോംബോ കൊള്ളാം. വിഷ്ണു ഉണ്ണികൃഷ്ണനും ഷൈൻ ടോമും ആണ് ഒരു ലീഡർ നമുക്ക് പറയാം. വേണം എടുത്തു പറയാൻ വേറെ എന്തെങ്കിലും എടുത്തു പറയേണ്ടത് സ്ക്രിപ്റ്റ് സ്റ്റോറിയേക്കാളൊക്കെ ഉപരി ഷൈൻ ടോമിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടേക്കുന്ന പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവമാണ്. ഓവറോൾ കുഴപ്പമില്ല, കണ്ടിരിക്കും. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനും ഷൈൻ ടോം ചാക്കോ? നമുക്ക് എങ്ങനെ ചിരിച്ചു മറിയാനുള്ള ഒരു എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി എല്ലാം കാണാൻ പറ്റിയ എങ്ങനെയുണ്ടായിരുന്നു? അഭിനയിച്ചവരൊക്കെ എങ്ങനെയുണ്ട്? വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവർക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ്? ഷൈൻ ടോം ചാക്കോയാണോ വിഷ്ണു ഉണ്ണികൃഷ്ണനാണോ നല്ല അടിപൊളിയായിട്ട് ചെയ്തത്? നന്നായിട്ട് രണ്ടുപേരും കുഴപ്പമില്ല, സൂപ്പറായി. കോമഡിയാണ്. ഞരമ്പ് രോഗി എന്ന് പറയും, അതുപോലെ കോമഡി. എങ്ങനെയുണ്ട് സിനിമ? കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നത്.